ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. രേണുകയെയും ഋത്വിക്കിനെയും ഒരു സർപ്രൈസ് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോവുകയാ മഹേഷ്. ഒരു പുതിയ വീടിന്റെ ഗേറ്റിന് മുന്നിലെത്തുമ്പോഴേക്കും മഹേഷ് വണ്ടി നിർത്തുകയാ. അത് നോക്കിക്കൊണ്ട് ഇത് ആരുടെ വീടാ മഹേഷ് ഏട്ടാ എന്ന് ചോദിക്കേ അതൊക്കെ പറയാം, ഇങ് വാ എന്ന് പറഞ്ഞ് മഹേഷ് അവളെയും വിളിച്ചോണ്ട് ഇറങ്ങുകയാണ്. അവൻ ഗേറ്റ് തുറന്ന് ആ വീട്ടിലേക്ക് പോകുമ്പോഴേക്കും ആരുടെ വീടാ അച്ഛാ ഇത് എന്ന് ഋതുവും ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ പറയാടാന്ന് മഹേഷ് പറയേ. സൂപ്പർ വീടാണല്ലോ. സൂപ്പർ, ആരുടെ വീടാണെന്ന് പറ മഹേഷ് ഏട്ടാ എന്ന് രേണു. ജസ്റ്റ് ഒന്ന് ക്ഷമിക്ക്, വാ കാണാമെന്ന് പറഞ്ഞ് മഹേഷ് അവരെയും കൊണ്ട് സിറ്റ് ഔട്ടിലേക്ക് കയറുകയാ. ഇതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ്, നമ്മുടെ വീട് എന്നവൻ താക്കോല് കാണിച്ച് പറയേ. നമ്മുടെ വീടോ എന്ന് അമ്പരപ്പോടെ രേണുവും. ശരിക്കും എന്ന് അത്ഭുതത്തോടെ രേണു ചോദിക്കേ. അതെ, നമ്മുടെ സ്വന്തം വീട് എന്ന് പറഞ്ഞവൻ ആ ചവി രേണുവിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുമ്പോഴേക്കും മഹേഷ് ഏട്ടാന്ന് വിളിച്ച രേണുവും സന്തോഷത്തോടെ മഹേഷിനെ ചേർത്ത് പിടിക്കുക. ഒത്തിരി സന്തോഷം മഹേഷ് ഏട്ടാ, നമ്മുടെ വലിയൊരു സ്വപ്നമല്ലേ ഇത്. എങ്കിലും മഹേഷ് ഏട്ടൻ ഇത് യാഥാർത്ഥ്യമാക്കിയല്ലോ എന്നവനെ കെട്ടിപ്പിടിച്ചു പറയേ. ഹലോ അമ്മ, എനിക്കും കൂടി ഇത്തിരി സ്ഥലം താ, ഞാനും കൂടി അച്ഛനെ കെട്ടിപ്പിടിക്കട്ടെ എന്ന് ഋതുവും. വാടാന്ന് പറഞ്ഞ മഹേഷ് അവനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്കേ ഉള്ളിലേക്ക് കയറിയാലോ, മൂന്നാൾക്കും ഒരുമിച്ച് വാ എന്ന് പറഞ്ഞ മഹേഷ് ഡോറിനടുത്തേക്ക് ചെല്ലുമ്പോഴാണ് അരികെ ഒരു തളികയിൽ മഞ്ഞൾ കലക്കി വെച്ചിരിക്കുന്നത് ഋതു കാണുന്നത്. എന്തോന്നാച്ചാ ഇത് എന്ന് ഋതു ചോദിക്കേ. നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ ആദ്യമായി വലതു കാല് വെക്കുന്നത് എന്നെന്നും ഓർമ്മയിൽ പകർത്താൻ എന്ന് മഹേഷ് പറയുമ്പോഴേക്കും അത് കൊള്ളാലോ എന്ന് സന്തോഷത്തോടെ രേണു. പിന്നീട് അവർ ഡോർ തുറന്ന് ആ മഞ്ഞളിൽ കാൽമുക്കി വലതുകാൽ വെച്ച് മൂന്നുപേരും ഒരുമിച്ച് അകത്തേക്ക് കയറുകയാ. അകത്തെ കാഴ്ചയെല്ലാം കണ്ട് രേണുവും അമ്പരപ്പോടെയും അത്ഭുതത്തോടെയും നോക്കിക്കൊണ്ട് നടപ്പാ. മഹേഷേട്ടാ, ഇത് നമ്മുടെ സ്വന്തം വീടല്ലേ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, എനിക്കങ്ങ് ഒത്തിരി സന്തോഷായി എന്നവൾ സന്തോഷത്തോടെ പറയുമ്പോഴേക്കും എങ്ങനെയുണ്ട് നമ്മുടെ ഈ വിശാലമായ ഡൈനിങ് ഏരിയ എന്ന് മഹേഷും ചോദിക്കുന്നുണ്ട്. അടിപൊളി എന്ന് രേണുവും. മഹേഷ് അപ്പോഴേക്കും രേണുവിന് ലിവിംഗ് റൂം കാണിച്ചു കൊടുക്കുക. ഇത് നമ്മുടെ ലിവിംഗ് റൂം, ഇവിടെ ഇരുന്നാണ് വൈകിട്ട് നമ്മൾ സൊറ പറഞ്ഞ് ചായ കുടിക്കുന്നത് എന്നവൻ പറയുമ്പോഴേക്കും ചുറ്റുപാടും നോക്കിക്കൊണ്ട് നല്ല വെട്ടമുണ്ടല്ലേ, വേറൊരു ഫീലാ എന്ന് രേണു പറയുമ്പോ അല്ല നമുക്ക് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം കാണണ്ടേ എന്ന് ചോദിച്ച് ഋതുവിനെയും വിളിച്ചവർ ബെഡ്റൂമിലേക്ക് പോവുകയാ. മഹേഷ് ബെഡ്റൂമിന്റെ ഡോർ തുറക്കുമ്പോഴേക്കും അയ്യോ, ഇത് എന്തൊരു വലിയ ബെഡ്റൂമാ മഹേഷ് ഏട്ടാ, ശരിക്കും സ്പേസ് ഉണ്ട്, സൂപ്പർ ആയിട്ടുണ്ട് എന്നവൾ സന്തോഷത്തോടെ പറയുമ്പോഴേക്കും ഋതുവും ബെഡിലേക്ക് കയറി ചാടി കളിക്കുന്നുണ്ട്. മഹേഷും രേണുവിനോടായി രേണു നിന്റെ വർക്ക് സ്പേസ്, വ്ളോഗ് ചെയ്യാം, വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ഇവിടെ നടക്കും എന്ന് പറഞ്ഞൊരു സ്പേസ് കാണിച്ചു കൊടുക്കുക. പിന്നെ ഇതേ ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്യാനും സ്പേസ് ഉണ്ട്, പിന്നെ ഈ ബാക്ക്ഗ്രൗണ്ടും കർട്ടൻസും ഒക്കെ വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം എന്നവൻ പറയുമ്പോഴേക്കും അപ്പോ എന്റെ മുറി അച്ഛാ എന്ന് ചോദിച്ച് ഋതുവും അങ്ങോട്ട് ഓടിയെത്തുന്നുണ്ട്. നിന്റെ മുറി അപ്പുറത്തെന്ന് മഹേഷ് പറയുമ്പോഴേക്കും ഞാൻ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് ഋതു അങ്ങോട്ട് ഓടുകയാ. അവന്റെ ഒരു സന്തോഷം കണ്ടോ മഹേഷ് ഏട്ടാ എന്ന് പറഞ്ഞ റൂമൊന്ന് നോക്കിക്കൊണ്ട് നല്ലതാ, നല്ല റൂം, നന്നായിട്ടുണ്ട് മഹേഷ് ഏട്ടാ, ഓരോരുത്തരുടെ ആവശ്യങ്ങളും മഹേഷ് ഏട്ടൻ ഓർത്ത് മനസ്സറിഞ്ഞ് ചെയ്തല്ലോ എന്നവൾ സന്തോഷത്തോടെ പറയേ. വാ നമുക്ക് കിച്ചൺ നോക്കാമെന്ന് പറഞ്ഞ മഹേഷ് അവളെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അവളെയും കൂട്ടി കിച്ചണിലെത്തി ഇതാണ് നമ്മുടെ കിച്ചൺ എന്ന് പറയുമ്പോഴേക്കും ചുറ്റുപാടും നോക്കിക്കൊണ്ട് അയ്യോ അടിപൊളി എന്ന് പറയേ. അച്ഛാ, എന്റെ റൂം സൂപ്പർ എന്ന് പറഞ്ഞ് ഋതുവും അങ്ങോട്ട് ഓടിയെത്തുകയാണ്. എനിക്ക് ഈ വീട് ശരിക്കും ഇഷ്ടമായച്ചാ എന്ന് ഋതു പറയേ. ശരിക്കും ഇഷ്ടപ്പെട്ടു എന്ന് രേണുവും. അത് കേൾക്കെ മഹേഷും രേണു ഇനി എന്തൊക്കെയാ വേണ്ടതെന്ന് വെച്ചാ നമുക്ക് മൂന്നാൾക്കും കൂടി ആലോചിച്ച് തീരുമാനിക്കാം എന്ന് പറഞ്ഞ് അവരെയും കൂട്ടിക്കൊണ്ട് ഡൈനിങ് ഹാളിലേക്ക് പോവുകയാ. അവിടെ എത്തുമ്പോഴേക്കും ഋതുവിനോടായി അതെ, നിനക്ക് പുറത്തുപോയി കളിക്കാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, എത്ര വേണമെങ്കിലും വണ്ടി പാർക്ക് ചെയ്യാം. രേണു, നമുക്ക് മുറ്റം നിറയെ ചെടികളൊക്കെ വെക്കണം, ഒക്കെ നമുക്ക് പിന്നീട് പ്ലാൻ ചെയ്ത് ചെയ്യാം എന്ന് മഹേഷ് പറയേ. എല്ലാം ചെയ്യാം മഹേഷ്, ഇത് പുതിയൊരു വീട് മാത്രമല്ല നമ്മുടെ ജീവിതത്തിന് പുതിയൊരു തുടക്കമാ എന്ന് രേണു പറയേ. സത്യം എന്ന് മഹേഷും. പിന്നെ രേണു, വരുന്ന ആഴ്ച നമുക്ക് എല്ലാവരെയും വിളിച്ച് ചെറിയൊരു ഗൃഹപ്രവേശം നടത്താം, പിന്നെ നമ്മുടെ അടുത്ത കുറച്ച് ആൾക്കാരെ മാത്രം മതി എന്ന് മഹേഷ് പറയേ. അത് മതി മഹേഷ് ഏട്ടാ എന്ന് രേണുവും. പിന്നെ ആദ്യം ക്ഷണിക്കുന്നത് രേണുവിന്റെ അച്ഛനെയും അമ്മയെയും ആയിരിക്കും എന്ന് മഹേഷ് പറയേ. ആ വാശി എനിക്ക് മനസ്സിലാവും എന്ന് ചിരിയോടെ രേണുവും. പിന്നെ അവർ അവിടുന്ന് രേണുവിന്റെ വീട്ടിലേക്ക് തിരിക്കുക. അവിടെ സന്തോഷിന്റെ വീട്ടുമുറ്റത്ത് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചുകൊണ്ട് പോറ്റിയെത്തുകയാണ്. അത് കേൾക്കെ നടേശനും മണിയും സിറ്റൗട്ടിലേക്ക് എത്തുന്നുണ്ട്. അയ്യപ്പന്റെ ശരണവിളികളോടെ പോറ്റി തന്റെ കയ്യിലുള്ള തേങ്ങ ഉടക്കാനായി തുടങ്ങുമ്പോഴേക്കും നടേശനും അളിയാന്ന് വിളിച്ച് മുറ്റത്തേക്ക് ഓടിച്ചെന്ന് അളിയ, വീട്ടുമുറ്റത്ത് കിടന്ന് ഷോ ഓഫ് കാണിക്കരുത്, അടയടച്ചിട്ട് ദിവസം കുറച്ചായി എന്ന് പറയേ. മല ഇറങ്ങിയിട്ടും യാത്ര നിർത്തിയില്ല നടേശ, അതാ എന്ന് പോറ്റിയും. വരുന്ന വഴി ആ പൂക്കടയിൽ നിന്ന് വാങ്ങിച്ച് നിറച്ച കെട്ടാണെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം, നിങ്ങളെപ്പോലൊരു ഉടായിപ്പ് ഈ ലോകത്ത് വേറെ കാണില്ല എന്ന് നടേശൻ പറയുന്നത് കേൾക്കെ ദൈവത്തിന് നിരക്കാത്തത് പറയല്ലേ നടേശ എന്ന് പോറ്റിയും. നിങ്ങൾക്ക് ചെയ്യാം, അത് പറയുന്നതാ തെറ്റല്ലേ എന്ന് നടേശൻ ചോദിക്കേ. തടസ്സം പറയില്ലേ നടേശ, തേങ്ങ ഉടച്ച് ഞാൻ കേറട്ടെ അങ്ങോട്ട് എന്ന് പറഞ്ഞ് വീണ്ടും തേങ്ങയുടയ്ക്കാനായി തുടങ്ങുമ്പോഴേക്കും മണിയും പോറ്റിയെ തടഞ്ഞ് നിക്ക്, അണ്ണൻ ഇങ്ങോട്ട് കേറുന്നതാ ഞങ്ങൾക്ക് ശനി എന്ന് പറയുകയാ. അയ്യോ മോളെ മണി, നീ അണ്ണനെ ഇങ്ങനെയൊന്നും പറയല്ലേ, പിന്നെ അണ്ണൻ എന്തോരോ എടുത്തോണ്ട് നടന്നിട്ടുള്ളതാ, ഇങ്ങനെയൊക്കെ നീ പറഞ്ഞ അണ്ണന്റെ നെഞ്ചു പൊള്ളും
എന്ന് പോറ്റി പറയാം. നിങ്ങൾ അന്ന് എടുത്തുന്ന് പറഞ്ഞ് ഇന്ന് ഞങ്ങൾക്ക് നിങ്ങളെ എടുത്തോണ്ട് നടക്കാൻ പറ്റുവളിയ. നിങ്ങളെ ഈ പടി ചവിട്ടിക്കാൻ കൊള്ളില്ലെന്ന് നിങ്ങൾ പ്രവൃത്തി കൊണ്ട് തെളിയിച്ചു. ഇനി നിങ്ങളുടെ ഭക്തിയും തേങ്ങയടി നമ്പറുമൊന്നും ഇവിടെ യേശൂല എന്ന് ദേഷ്യത്തോടെ പറയുകയാ. പോറ്റിയും നടേശ, ഞാൻ അറിഞ്ഞോണ്ടൊന്നും ചെയ്തിട്ടില്ല, എല്ലാം ആ മോഹന്റെ പണിയാ. കണ്ടകൻ പിടിമുറുക്കി നിൽക്കയാ. നിങ്ങളൊക്കെ എന്നെ തല്ലിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന് സങ്കടത്തോടെ പറയേ. എന്റെ കുഞ്ഞൂട്ടൻ അത്രമേൽ പ്രശ്നങ്ങൾ ഉണ്ടായതിൽ അണ്ണനും പങ്കുണ്ട്. അതുകൊണ്ട് ഇനി ഈ പടി ചവിട്ടാന്ന് അണ്ണൻ വിചാരിക്കണ്ട എന്ന് മണിയും ദേഷ്യത്തോടെ പറയുക. പോറ്റിയും സങ്കടം അഭിനയിച്ച്, ഞാൻ കുഞ്ഞൂട്ടന് വേണ്ടിയാ ഇത്രയും വയ്യാതിരുന്നിട്ടും മല കയറിയത്. അവന് ഞാൻ ഈ പ്രസാദം ഒന്ന് കൊടുത്തോട്ടെ എന്ന് ചോദിക്കേ. കിട്ടിയ പ്രസാദം തന്നെ ധാരാളം, അളിയം വണ്ടി വിടാൻ നോക്ക് എന്ന് നടേശനും. പോറ്റി വീണ്ടും തേങ്ങ എറിഞ്ഞുടക്കാൻ ശ്രമിക്കേ. നടേശനും തടഞ്ഞ്, ഇവിടെ ഇതൊന്നും എറിഞ്ഞു പൊട്ടിക്കരുതെന്ന് പറയുക. പൊട്ടിക്കണ്ടേ? വേണ്ട, പൊട്ടിച്ച് തോരനെടുക്കാമെന്ന് പോറ്റിയും. നിങ്ങൾ അതിനിടെ തോരത്തിനെത്തിയല്ലേ എന്ന് നടേശൻ ചോദിക്കേ. അന്നദാന പ്രഭുവല്ലേ, തോരത്തിന് മാത്രമല്ല എല്ലാ വിഭവത്തിനും എടുക്കാമെന്ന് പോറ്റി. രാവിലത്തെ വിളി കേട്ടപ്പോഴേ എനിക്ക് തോന്നിയെന്ന് നടേശൻ പറയേ. കണ്ടകൻ കൊണ്ടേ പോവൂ മണി, നീ കൂടി അണ്ണനെ തള്ളിക്കളയല്ലേ. എന്നാലും എന്റെ ജീവിതം കഴിഞ്ഞു, എന്റെ അടുത്ത് അലിവ് കാണിക്കണം. അമ്പല പരിസരത്തും കടത്തിണ്ണയിലും കിടന്നു മടുത്തു. വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും കഴിച്ച കാലം മറന്നു എന്നൊക്കെ പോറ്റി പറയുന്നത് കേൾക്കേ. അപ്പോ വയറിന്റെ വിളിയാണ് പ്രശ്നം അല്ലേ എന്ന് നടേശനും ചോദിക്കുക. പോറ്റിയും സങ്കടം അഭിനയിച്ച്, നെഞ്ചുപൊട്ടിയ വിളിയാ നടേശ എന്ന് പറഞ്ഞ് മണിയുടെ അടുത്തേക്ക് ചെന്ന്, മണി ഇങ്ങനെ വഴി അടയ്ക്കല്ലേ, ഞാൻ അറിഞ്ഞൊരു അപരാധവും ചെയ്തിട്ടില്ല. ഏതേലും കടത്തിണ്ണയിൽ അണ്ണൻ ചത്തുകിടന്ന പിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലെന്ന് പോറ്റി പറയുമ്പോഴേക്കും മണിയും, പറഞ്ഞത് മുഴുവൻ ഞാൻ വിശ്വസിച്ചിട്ടൊന്നുമില്ല. വീടിന്റെ നടയിൽ വന്ന് ഈ പ്രായത്തിലും കരഞ്ഞു പറഞ്ഞതുകൊണ്ട് മാത്രം എന്ന് പറയുന്നത് കേൾക്കെ പോറ്റിക്കും സന്തോഷമാവുകയാ. കുഞ്ഞൂട്ടൻ വീണ്ടും പഴയതുപോലെ ആയിട്ടുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാ വീണ്ടും കടത്തിണ്ണ തന്നെ ആവും അണ്ണ. ഇനി ഈ മണി പൊറുക്കില്ലെന്ന് ഓർമ്മിപ്പിക്കുമ്പോഴേക്കും, ഇനി ഒരു തട്ടുകേടും ഉണ്ടാക്കത്തില്ല മണി, ഇത് അണ്ണന്റെ ഉറപ്പാ എന്ന് പോറ്റി താണുകേണ് പറയുമ്പോഴേക്കും, എന്ന് അകത്തുവാ എന്ന് പറഞ്ഞ് മണിയും അവിടുന്ന് പോവുകയാ. അന്നദാന പ്രഭുവെ എന്ന് വിളിച്ച് വീണ്ടും പോറ്റി തേങ്ങ എറിഞ്ഞുടയ്ക്കാനായി ശ്രമിച്ച് പിന്തിരിയുമ്പോഴേക്കും, എന്താ തേങ്ങ ഉടയ്ക്കുന്നില്ല അളിയ എന്ന് നടേശനും. തോരനെടുക്കാം എന്ന് ചിരിയോടെ പറഞ്ഞ് പോറ്റിയും അകത്തോട്ട് കയറി പോകും. അദ്ദേഹം ഡൈനിങ് ഹാളിൽ എത്തുമ്പോഴേക്കും ഒരു ബുക്കുമായി സന്തോഷം അങ്ങോട്ടെത്തുകയാ. സന്തോഷേ, പോറ്റി എത്തിയടാ. സന്തോഷമായില്ലേ എന്ന് പോറ്റി ചിരിയോടെ ചോദിക്കുമ്പോഴേക്കും അദ്ദേഹത്തിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട്, സൂക്ഷിച്ചോ എന്ന് ദേഷ്യത്തോടെ പറഞ്ഞ് സന്തോഷം അവിടുന്ന് പോവുക. ഇവനിതെന്തോന്നാ എന്റെ ദൈവമേ എന്ന് പറഞ്ഞ് പേടിയോടെ പോറ്റിയും അകത്തേക്ക് കയറി പോവുകയാണ്. അവിടെ ഭാർഗവൻ ഡൈനിങ് ഹാളിലിരുന്ന് പത്രം വായിക്കുകയും ശശികല റൂമിൽ നിന്ന് മേക്കപ്പ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് കാറിന്റെ ഹോൺ ശബ്ദം കേൾക്കുന്നത്. ഭാർഗവൻ വായിച്ചുകൊണ്ടിരുന്ന പത്രമെല്ലാം അവിടെ വെച്ച് സീറ്റൗട്ടിലേക്ക് എത്തുമ്പോഴേക്കും കാറിനിറങ്ങിയ രേണുവിനെയും മഹേഷിനെയും കണ്ട് സന്തോഷത്തോടെ മരുമോനെ വരണം വരണം എന്ന് വിളിച്ച് സ്വീകരിച്ച് ഡൈനിങ് ഹാളിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. ശബ്ദം കേട്ട് ശശികലയും അങ്ങോട്ടെത്തുന്നുണ്ട്. അപ്പോ അച്ഛന്റെ അടുത്തോട്ടാണോ ഋതു പോയത് എന്ന് ഭാർഗവൻ ഋതുവിനോടായി ചോദിക്കേ. അച്ഛന്റെ വക ഒരു സർപ്രൈസ് ഉണ്ടായിരുന്നുവെന്ന് ഋതുവും. എന്ത് ഋതുമോനെ സർപ്രൈസ് എന്ന് ഭാർഗവൻ വീണ്ടും ചോദിക്കേ. അതെ, അച്ഛനും അമ്മയും കൂടി പറയുന്നതാ നല്ലത്. ഋതു പറയുമ്പോഴേക്കും ശശികലയും അങ്ങോട്ടെത്തി ദേഷ്യത്തോടെ, രേണു നീ വേറെ എവിടെയോ പോണെന്ന് പറഞ്ഞിട്ടല്ലേ പോയത് എന്ന് ചോദിക്കേ. അതെ, മഹേഷിട്ടന്റെ അടുത്തേക്കാണെന്ന് പറഞ്ഞ അമ്മയ്ക്ക് ഇഷ്ടാവില്ലല്ലോ. വെറുതെ തർക്കം പറഞ്ഞിറങ്ങിപ്പോവാൻ എനിക്ക് വയ്യ എന്ന് രേണുവും. മഹേഷും അവരോടായി, മാമിക്കേ ഇനി രേണുവിനെ ചോദ്യം ചെയ്യാനൊന്നും ചാൻസ് ഉണ്ടാവില്ല എന്ന് പറയേ ദേഷ്യത്തോടെ. അതെന്താ എന്ന് ശശികല. പറയാം, മാമി ഇവിടെ ഇരിക്കുന്ന മഹേഷ് പറയേ. അങ്ങനെ ആരും എന്നെ ഇരുത്താനൊന്നും നോക്കണ്ട എന്ന് ശശികലയും ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും, ശശികലെ നീ ഒന്ന് മിണ്ടാതിരി എന്ന് ഭാർഗവനും അവരോടായി പറയുന്നുണ്ട്. അപ്പോഴേക്കും മഹേഷും അവരോടായി, ദേ മാമനും മാമയും കൂടി അറിയാൻ വേണ്ടിയിട്ട് പറയുകയാ എന്ന് പറഞ്ഞ് രേണുകയെ ചേർത്ത് പിടിച്ച്, ഞങ്ങൾ സ്വന്തമായി ഒരു വീട് അങ്ങ് വാങ്ങി. സ്ത്രീകൾക്ക് സന്തോഷത്തോടെ, പുതിയ വീടാണോ മരുമോനെ എന്ന് ഭാർഗവൻ ചോദിക്കേ. അതേ മാമ, പുതിയ വീടാണ് മഹേഷും. അത് നന്നായി മരുമോനെ. എവിടെയായിട്ട് വരും ലൊക്കേഷൻ എന്ന് ഭാർഗവൻ ചോദിക്കേ. അത് നമ്മുടെ ചിറയൂർ പാറേക്കാവ് റൂട്ടിലെ ഒരു 3 കിലോമീറ്റർ ഉള്ളിലോട്ടായിട്ടാ എന്ന് മഹേഷ് പറയേ. എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു നല്ല വീടാച്ചാ എന്ന് രേണുകയും സന്തോഷത്തോടെ പറയുന്നുണ്ട്. പിന്നെ ഈ ഞായറാഴ്ച നമ്മുടെ പുതിയ വീട്ടിൽ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടാവും. മാമനും മാമിയും വരണമെന്ന് പറഞ്ഞ മഹേഷ് വിളിക്കേ. സമയവും കാലവും ഒക്കെ നോക്കി അണ്ണം വരും എന്ന് ദേഷ്യത്തോടെ ശശികലയും. ഒന്നും പോരാ, മാമിയും വരണമെന്ന് മഹേഷ് വിളിക്കേ. അമ്മ വരണം എന്ന് രേണുവും. അമ്മമ്മ വന്ന് വീട് കണ്ടാലല്ലേ ഞങ്ങൾ ശരിക്കും ഹാപ്പിയാവൂ എന്ന് ഋതു പറയേ. അതെന്ത് എന്ന് ശശികല. ഇതൊക്കെയുണ്ട്, എനിക്ക് മാത്രമായിട്ടേ ഒരു റൂം ഒക്കെയുണ്ട്. സൂപ്പറാ, അമ്മയ്ക്ക് വീഡിയോ ചെയ്യാനും റൂമുണ്ട്. വീട്ടില് ശരിക്കും സർപ്രൈസ് ഉണ്ട്. അമ്മമ്മ നേരിട്ട് കണ്ടാലേ മനസ്സിലാവൂ എന്ന് ഋതു പറയുന്നത് കേൾക്കെ ശശികലയും ഒന്നും മിണ്ടാതെ അവിടെ തന്നെ ആലോചനയോടെ നിൽപ്പാ. രേണു അവരുടെ അരികിലേക്ക് ചെന്ന്, അമ്മയ്ക്ക് ഇപ്പോഴും മഹേഷ് ഏട്ടനോട് വെറുപ്പുണ്ട്. അമ്മയൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, കുട്ടിക്കാലം മുതലേ എന്റെ സ്വഭാവത്തെ ബാധിച്ചിരുന്നൊരു വിഷയം
എനിക്ക് പൂർണ്ണമായും മാറി അത് നോർമലായ ഒരു അവസ്ഥയിലേക്ക് എത്താനുള്ള കാരണം മഹേഷ് ഏട്ടനാ. ഞാൻ ഇനിയുള്ള ജീവിതം മുഴുവൻ അക്കാര്യത്തിൽ മഹേഷ് ഏട്ടനോട് കടപ്പെട്ടിരിക്കും. ഞാൻ ഇനി എന്റെ മഹേഷ് ഏട്ടന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഞങ്ങൾക്കിനി ഞങ്ങളുടെ ജീവിതം മനോഹരമായിട്ടൊന്ന് ജീവിക്കണം എന്നവൾ ഉറപ്പിച്ചു പറയുമ്പോഴേക്കും ശശികലയും ദേഷ്യത്തോടെ, ഓ സൗകര്യത്തിനൊരു വീട് കിട്ടിയപ്പോ പിന്നെ അച്ഛന്റെ അമ്മയുടെയും വാടക വീട് പുച്ഛം എന്ന് പറഞ്ഞ് മഹേഷിനൊന്ന് നോക്കിക്കൊണ്ട്, എന്നും ഇതൊക്കെ കണ്ടാ മതി എന്ന് പറയുന്നുണ്ടവർ. ശപിക്കുമ്പോൾ ഇങ്ങനെ പറയാതമ്മേ, ഞങ്ങളുടെ നല്ല ജീവിതത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കേ, ഞങ്ങളുടെ നല്ലതിനു വേണ്ടി കൂടെ നിക്കമ്മേ എന്ന് രേണു പറയുന്നത് ഇഷ്ടമാവാതെ, ഇറങ്ങി പോണെങ്കിൽ പൊക്കോണം, അല്ലാതെ ശപിച്ചു പ്രാഗി എന്നൊന്നും ഇങ്ങനെ പറഞ്ഞു നിൽക്കരുത് എന്ന് രേണു പറയുമ്പോഴേക്കും, രേണു നീ ചെന്ന് നിന്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് പെട്ടെന്ന് ഇറങ്ങ. ചിലരോടൊക്കെ എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാവില്ലെന്ന് മഹേഷും പറയുന്നുണ്ട്. അതുകൾക്ക് രേണുവും മൃദുവും കൂടി അകത്തേക്ക് പോവുകയാണ്. ദേഷ്യത്തോടെ നിൽക്കുന്ന മഹേഷിനെ മരുമോനെ എന്ന് ഭാർഗവൻ വിളിക്കുമ്പോഴേക്കും, ദേ ഇനി നിങ്ങൾക്കും ആ വീട്ടിൽ പോയി നിൽക്കണോ? നിങ്ങൾ പൊക്കോണം, എന്നെ ന്യായം പഠിപ്പിക്കാൻ വരരുത് എന്ന് ദേഷ്യത്തോടെ പറയേ. നിനക്ക് എന്താണ് കലേ, ഒന്നും മിണ്ടാതിരിക്കെ, ഓരോന്ന് പറഞ്ഞ് മരുമോനെ വിഷമിപ്പിക്കല്ലെന്ന് ഭാർഗവനും പറയുകയാണ്. കേൾക്കെ മഹേഷും, മാമ അന്നിവിടെ ഉണ്ടായിരുന്നപ്പോ ഇല്ലാത്ത എന്ത് വിഷമമാ മാമ എനിക്കിന്ന്. അവരെന്ത് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നവുമില്ല. ഇനി എന്തായാലും രേണുവും മൃദുവും എന്റെ കൂടെ തന്നെ ഉണ്ടാവും. ആ കാര്യത്തിലെങ്കിലും എനിക്കൊരു നിർബന്ധം വേണ്ടേ മാമ എന്ന് മഹേഷിന്റെ ചോദ്യങ്ങൾക്ക് ശശികലയും ദേഷ്യത്തോടെ ആ സോഫയിലേക്ക് ഇരിക്കുക. അപ്പോഴേക്കും സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് രേണു ഋതുവിനെയും കൊണ്ട് അങ്ങോട്ടെത്തുകയാണ്. മരുമോൻ പറഞ്ഞത് തന്നെയാണ് ശരിയെന്ന് ഭാർഗവൻ പറയുമ്പോഴേക്കും രേണുവും അച്ഛനോടായി, അച്ഛാ ഞാൻ ഇറങ്ങുന്നു, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു ലോകവും ജീവിതവും വേണ്ടേ എന്ന് ചോദിക്കെ, ഉറപ്പായിട്ടും നീ ഇറങ്ങാൻ നോക്കെന്ന് അച്ഛനും. രേണു ദേഷ്യത്തോടെ ഇരിക്കുന്ന അമ്മയുടെ അരികിലേക്ക് ചെന്ന്, അമ്മേ ഞങ്ങൾ ഇറങ്ങുക എന്ന് പറയുന്നുണ്ടെങ്കിലും ശശികല ദേഷ്യത്തോടെ തന്നെ ഇരിക്കുക. പിള്ളേർ ഇറങ്ങി പോകുമ്പോ ഇങ്ങനെ മുഖം വലിച്ചു കയറ്റി ഇരിക്കല്ലേ കലേ എന്ന് ഭാർഗവൻ പറയുമ്പോഴേക്കും ശശികലയും ദേഷ്യത്തോടെ എഴുന്നേറ്റുകൊണ്ട്, ഇനി എനിക്ക് എന്റെ മുഖം മാറ്റാനൊന്നും ഒക്കൂല, പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അവരവിടുന്ന് നടന്നു പോവുകയാണ്. ഭാർഗവനും മഹേഷിനോടായി, നിങ്ങൾ സന്തോഷത്തോടെ ഇറങ്ങു മക്കളെ എന്ന് പറഞ്ഞവരുടെ ബാഗും എടുത്ത് അവരെയും കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് പോവുകയാണ്. പിന്നീട് അവരെ സന്തോഷത്തോടെ കാറിൽ കയറ്റി യാത്രയാക്കുകയാണ് ഭാർഗവനും. അവിടെ സന്തോഷിന്റെ വീട്ടിലെ അടുക്കളയിൽ മണി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പോറ്റി അങ്ങോട്ട് ചെന്ന്, മണി സാധാരണ ഞാൻ യാത്ര കഴിഞ്ഞു വന്നാലേ എനിക്കുള്ള തോർത്തും എണ്ണയും കുഴമ്പുമായി ഇന്ന് നിൽക്കുമായിരുന്നു. ഇത്തവണ മണിയെ കണ്ടില്ലെന്ന് പറയേ, അങ്ങനെയൊരു മനസ്സൊന്നും എനിക്കിപ്പോ ഇല്ല അണ്ണ. കുറെ അനുഭവം പഠിച്ചതല്ലേ, ഇനി അണ്ണൻ എന്തെങ്കിലും മാറ്റമുണ്ടെന്ന് എനിക്ക് ആദ്യം തോന്നട്ടെ, എന്നിട്ട് ആലോചിക്കാമെന്ന് മണിയും. എന്തായാലും ഇന്ന് മാലയൂരി വ്രതം മുറിക്കാമല്ലേ മണി എന്ന് പോറ്റി സന്തോഷത്തോടെ ചോദിക്കേ, മീനും ഇറച്ചിയും ഒക്കെ കൂട്ടി വ്രതം മുറിയാനാണെങ്കിൽ പാടാവും അണ്ണ. ഇവിടെ ഇപ്പോ കുറച്ചു നാളായി മീനും ഇറച്ചിയൊന്നും വാങ്ങാറില്ല എന്ന് പറയുന്നതുകൾക്ക് ഉണക്കമീനൊന്നും കാണില്ലേ മണി എന്ന് പോറ്റിയും ചോദിക്കുന്നുണ്ട്. ഇല്ലണ്ണെന്ന് മണി പറയേ, എന്തായാലും മുട്ട കാണുമായിരിക്കും, കുറച്ച് കനം കുറച്ച് ഒരു ഓംലെറ്റ് എടുത്താൽ മതി, അത് തന്നെ ധാരാളം എന്ന് പോറ്റിയും. മുട്ട പോലും ഇപ്പൊ വാങ്ങുന്നില്ലണ്ണ, കുഞ്ഞുട്ടന് വയ്യാതിന് ശേഷേ ചോറും എന്തേലും കാട്ടിക്കൂട്ടിയൊരു കറിയും അത്രമാത്രം എന്ന് മണി പറയേ. പച്ചരി ചോറെങ്കിൽ ചോറ്, ഉയിര് കിടക്കട്ടെ എന്ന് വെക്കാം. മണി ഞാനൊന്ന് കിടക്കുവാണേ, മല കയറിയ ക്ഷീണമുണ്ട്, നിന്റെ പച്ചരിച്ചോറും നീ പറഞ്ഞ കാട്ടിക്കൂട്ടിയ കറിയുമാവുമ്പോ ഒന്ന് വിളിച്ചാ മതി എന്ന് പോറ്റി പറയുമ്പോ, അതൊക്കെ ആയിട്ടുണ്ട്, അണ്ണൻ എന്തേലും കഴിച്ചിട്ട് പോയി കിടക്കെന്ന് മണി പറയേ. ആണോ, എന്നാൽ അത് മതിയെന്ന് പോറ്റിയും. മണി ഒരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് ചോറും കറിയും തോരനുമെല്ലാം വിളമ്പുന്നത് കാണാൻ പോറ്റിയും ഇഷ്ടമില്ലാതെ അത് നോക്കിക്കൊണ്ട് നിൽക്കുക. പിന്നീട് മണി ആ പ്ലേറ്റ് നെട്ടുമ്പോഴേക്കും പോറ്റിയും അത് വാങ്ങിക്കൊണ്ട്, പിന്നെ മണി നമുക്ക് ആ വെട്ടയിലെ ഹരിയുടെ മോളുടെ ആലോചന സന്തോഷിനൊന്ന് നോക്കിയാലോ, ആ കൊച്ചെ ഇപ്പോഴും കുന്നുമേലെ കൃഷി ഓഫീസറാ എന്ന് പറയേ. അതൊന്നും ഇനി നടക്കില്ലണ്ണ, കുഞ്ഞൂട്ടന് വയ്യാതായതൊക്കെ എല്ലാരും അറിഞ്ഞതല്ലേ, ഇനി അതൊന്നും ആലോചിക്കണ്ടണ്ണ, എനിക്കിപ്പോ മനസ്സിൽ അങ്ങനത്തെ താല്പര്യങ്ങളൊന്നുമില്ല, കുഞ്ഞൂട്ടൻ ആരോഗ്യത്തോടെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ മതി എന്ന് പറയുമ്പോഴേക്കും, അങ്ങനെയൊക്കെ അങ്ങ് തീരുമാനിച്ചോ എന്ന് പോറ്റിയും. അവൻ സ്വസ്ഥമായിട്ടിരിക്കുക എന്നതാ വലിയ കാര്യമെന്ന് മണി പറയേ. എന്നാ സ്വസ്ഥമായിട്ടിരിക്കട്ടെ, ഞാൻ കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോറ്റി ആ ചോറുമായി പോവുകയാണ്. പോറ്റി ചോറുമായി ഡൈനിങ് ടേബിളിലേക്ക് എത്തുമ്പോഴേക്കും സന്തോഷ് അവിടെ സോഫയിലിരുന്ന് ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുക. പോറ്റി കസേരയിലേക്ക് ഇരുന്നുകൊണ്ട്, സന്തോഷേ ഏത് സമയത്തും ഇങ്ങനെ വായിക്കുന്നത് നിനക്ക് നല്ലതല്ല കേട്ടോ എന്ന് വിളിച്ച് പറയുമ്പോഴേക്കും, എപ്പോഴും ഇങ്ങനെ ഇരുന്ന് കഴിക്കുന്നത് നല്ലതാണോ അളിയ എന്ന് ചോദിച്ച് നടേശനും അങ്ങോട്ടെത്തുകയാണ്. അപ്പോഴേക്കും മണിയും അങ്ങോട്ട് വരുന്നുണ്ട്. എന്തെങ്കിലും വായിച്ചാ മനുഷ്യന് വിവരമെങ്കിലും വെക്കുമല്ലോ സന്തോഷേ, അത് അളിയന് ഇഷ്ടമല്ലെന്ന് നടേശൻ കൊള്ളിച്ച് പറയുമ്പോഴേക്കും, അടുക്കളപ്പുറത്തെങ്ങാനും പോയിരുന്ന് കഴിക്കുന്നതാ നല്ലതെന്ന് പറഞ്ഞ് പോറ്റി പ്ലേറ്റുമായി അടുക്കളയിലേക്ക് പോവുകയാ. നടേശനും അവിടുന്ന് പോകുമ്പോഴേക്കും സന്തോഷവും ചിരിയോടെ തന്റെ ബുക്കും വായിച്ചിരിപ്പാ. ടെൻഷനോടെ അവിടെ നിൽക്കുന്ന മണിയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. മഹേഷ് പുതിയ വീടെടുത്ത കാര്യം ടീച്ചറമ്മ കൃഷ്ണചന്ദ്രൻ സാറിനെ വിളിച്ചറിയിക്കുന്നതും, ശിവരാമേട്ടൻ സാറിനെ വിളിക്കാൻ പറഞ്ഞെങ്കിലും മഹേഷിന് സാറിനെ വിളിക്കാൻ താല്പര്യമില്ലെന്ന് പറയുന്നതും, മഹേഷിന്റെ വീടിന്റെ പാല് കാച്ചലുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.